ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ. പിജിക്ക് നമുക്കൊരു ഓപ്പൺ കോഴ്സ് ഉണ്ട്. ഇഷ്ടമുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കുറച്ച് ചാലഞ്ചിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചൂസ് ചെയ്തത് ട്രൈബൽ സോഷ്യൽ വർക്കാണ്. കോഴ്സ് തുടങ്ങിയ സമയത്ത് ഞാൻ ഷൈനു സാറിന് എടുത്ത് ചോദിച്ചു, സാർ പൈസ ഉള്ളവരെ സംബന്ധിച്ചിട്ടല്ലേ മെന്റൽ ഹെൽത്ത് ഒക്കെ ഉള്ളൂ, ഇങ്ങനെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർ ഈ മെന്റൽ ഹെൽത്ത് ഒക്കെ അഡ്രസ്സ് ചെയ്യുമെന്ന്. സാറ് മറുപടിയായിട്ട് പറഞ്ഞതൊരു കഥയായിരുന്നു. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായി +1 സ്കൂളിൽ ചേരാൻ നേരം ഒരു ബാഗിനും ഒരു കുടയ്ക്കും വേണ്ടിയിട്ട് സമൂഹത്തിൽ വലിയ ഉന്നതരാണെന്ന് പറയുന്ന ആളുകളുടെ വീട്ടില് തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജോലിക്ക് പോയി ഒടുവിൽ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഇരയായി പഠനം എന്നുള്ള സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. ഞാനും നിങ്ങളും ഒക്കെ ന്യൂസിലൂടെ ഈ വാർത്ത അറിഞ്ഞിരുന്നു. അന്ന് ആ പെൺകുട്ടിയെ രക്ഷിച്ചത് കുറെ സോഷ്യൽ വർക്കേഴ്സും ആശാപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടാണ്. പിന്നീട് അവളെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പഠനം തുടരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ സാറിന്റെ കണ്ണൊക്കെ നിറയായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അർച്ചനെ ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് ആ കുട്ടിക്ക് ഇതൊക്കെ തുറന്നു പറയാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ദുരിതം അവൾക്ക് അനുഭവിക്കേണ്ട വരില്ലായിരുന്നു എന്ന്. ഇന്നെന്റെ ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഈ കാടും മലയൊക്കെ കയറി നടന്നിട്ട് എന്താണ് കിട്ടിയതെന്ന് കുറെ പേരെങ്കിലും എന്നോട് ചോദിച്ചു. ഇവിടെ ഞാൻ കുറെ ജീവിതങ്ങളെ കണ്ടു. കളങ്കമില്ലാത്ത മനസ്സുകളെയും പരാതിയില്ലാത്ത മനുഷ്യരെയും കണ്ടു. യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിന്റെ വെല്ലുവിളികളും മനുഷ്യത്വവും സഹജീവികളോടുള്ള സ്നേഹവും ഇനിയും പിന്നിടാനായിട്ട് എനിക്ക് ഒരുപാട് വഴികളുണ്ടെന്ന് മനസ്സിലായി. ശാന്തേച്ചിയുടെ കൂടെ കാടിന്റെ ചില ഭാഗങ്ങളിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് കുട്ടികളെയൊക്കെ കൂട്ടി ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് 2 ആഴ്ചത്തോളം ഇവർ കാടിനുള്ളിലൊക്കെ കഴിയാറുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയൊരു മുളങ്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചോല അങ്ങനെ താഴേക്ക് വീണുപോയി. ആന വന്നതാന്ന് വിചാരിച്ച് ശരിക്കും ഞാൻ പേടിച്ചു. പക്ഷെ എന്നെ അവിടെ തന്നെ നിർത്തിയിട്ട് ശാന്തേച്ചി കൂളായിട്ട് പോയി നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ആന ഇറങ്ങിയതല്ല, ആന ഈ സമയത്ത് വരില്ല എന്നൊക്കെ. ഇടയ്ക്ക് എത്രയോ തവണ ഞാൻ തട്ടിമറിഞ്ഞ് വീണു, എത്രയോ അട്ട എന്നെ കടിച്ചു. പക്ഷെ ഇവരുടെ കൂടെ നടന്നപ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയേയില്ല. കാടിനേക്കാളും കാട്ടുമൃഗങ്ങളെക്കാട്ടിലും ഇവർക്ക് പേടി നാട്ടിൽ ജീവിക്കുന്ന ചില മനുഷ്യരെയാണത്രേ. കുറെ കാട്ടു ദൈവങ്ങളുടെയും കാട്ടു യക്ഷികളുടെയും കഥകൾ പറഞ്ഞു. കിളികൾ താമസിക്കുന്ന മരപ്പൊത്തുകൾ കാണിച്ചു തന്നു. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവയ്ക്കാക്കൂട്ടൻ തോരനുണ്ട്, അതിനുപയോഗിക്കുന്ന ആ ഒരു പച്ചക്കറി കാണിച്ചു തന്നു. ഇറച്ചി മീനൊന്നും കഴിക്കാറില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ പണിയുണ്ടായി പൈസയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ആഘോഷങ്ങൾക്കൊക്കെ വാങ്ങി കഴിക്കുന്നു പറഞ്ഞു. കാടിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം പുറത്തെവിടെയില്ലാത്തൊരു ചെറിയ ചാറ്റൽ മഴ. മണിക്കൂറുകൾക്കകം തന്നെ ഞങ്ങൾ പുറത്തെത്തി. ഇതിവിടുത്തെ ഒരു കുഞ്ഞു ക്ഷേത്രമാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് പോകുമ്പോൾ മനസ്സിൽ കുറെ നല്ല ഓർമ്മകളും നല്ല കുറെ പാഠങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. തിരിച്ചെത്തി ഷൈനു സാറിനെ കണ്ടിട്ട് വേണം ശ്രേയസിൽ പോയപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.